രാവിലെ മീൻകറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇന്നലെ വങ്കട വാങ്ങിച്ചിരിക്കും. എനിക്ക് വങ്കട മങ്കട രണ്ടും മാറിപ്പോവും. ഞാൻ ഓർത്ത് ഈ മങ്കടയായിരിക്കും ശരിയെന്ന് കേട്ടോ. അപ്പം ഇന്നലത്തെ കമൻറ്റ് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായി വങ്കട അല്ല അല്ല മങ്കട അല്ല വങ്കടയാണെന്ന് കേട്ടോ. അങ്ങനെ വലിയൊരു വങ്കട ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കറിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഇടികല്ലിലിട്ട് ഇടിച്ച് ഞാൻ അരപ്പെല്ലാം വഴറ്റിയതേ അരപ്പെല്ലാം തിളച്ചതേ സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി വങ്കട ചെറുതായിട്ട് അല്ല വങ്കട ചെറുതായിട്ട് അരിഞ്ഞ് കഷ്ണങ്ങളാക്കിയതേ നല്ല നെയ്യുള്ള വങ്കടയായിരുന്നു കേട്ടോ. എനിക്ക് ഈ വങ്കട മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നല്ല വങ്കടയായിരുന്നു, നല്ല നല്ല നെയ്യ് മുറ്റിയ വങ്കടയായിരുന്നു, വലിയ വങ്കടയായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോഴേ ഞാൻ ചപ്പാത്തിക്ക് മാവ് കുഴച്ച് വെച്ചിരുന്നു. അപ്പം കുളിച്ചിട്ടൊക്കെ വന്നപ്പോഴത്തേക്ക് മാവെല്ലാം നല്ല പരുവായിട്ടിരുന്നു. അപ്പോഴത്തേക്ക് ഇനി മാവ് എനിക്ക് ഈ കുഴയ്ക്കുന്നതും പരത്തുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പക്ഷേ ഇത് ഉണ്ടാക്കി കഴിയുമ്പോൾ ഈ അടുപ്പിനകത്ത് പൊടിയും പിന്നെ നമ്മൾ പരത്തുന്നിടത്ത് പൊടിയൊക്കെ കിടക്കുമ്പോൾ എനിക്കങ്ങ് വല്ലാത്തൊരിതാണ് കേട്ടോ. അതുകൊണ്ട് ഒരു ഇഷ്ടക്കേടുണ്ട്. അതല്ലാതെ പരത്തുന്നതും ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ എനിക്കിഷ്ടമാണ്. പിന്നെ പിള്ളേർക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുവാണെങ്കിൽ ഒരു ഇച്ചിരി നെയ്യ് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കി വെച്ചിട്ട് പാത്രത്തിൽ വെച്ചിട്ട് മേടി ഒരു ഇച്ചിരി നെയ്യൊന്ന് തുള്ളി തുള്ളിയായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ അടുത്ത ചപ്പാത്തി ഉണ്ടാക്കി വെക്കും. എന്നിട്ട് അതിൻ്റെ മണ്ടയിൽ വെച്ച് നെയ്യ് തൂക്കും. അങ്ങനെയാണ് അവർക്ക് ഉണ്ടാക്കുന്നത്. എനിക്കാണെങ്കിൽ ഞാൻ നെയ്യൊന്നും തൂക്കത്തില്ല, നെയ്യോ എണ്ണയോ ഒന്നും ഞാൻ തൂക്കത്തില്ല. ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കുകയാണെങ്കിൽ എനിക്ക് നെയ്യ് മസ്റ്റായിട്ടും വേണം കേട്ടോ, പിള്ളേർക്ക്, എനിക്കില്ല. അപ്പോഴത്തേക്ക് ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മുടെ മീൻ കറിയും സെറ്റായിട്ടുണ്ട്. ഇനി ചപ്പാത്തിയും മീൻ കറിയും കൂടെ കൂട്ടി ഒരു പിടി പിടിച്ചിട്ട് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരുങ്ങി ഇറങ്ങി കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇന്നൊരു ദിവസം കൊണ്ട് സാധിച്ചെടുക്കാനുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ, സീ.